ഇന്നത്തെ വീഡിയോ നാഗവള്ളി എന്ന് പറയുന്നൊരു ചെടിയെക്കുറിച്ചാണ്. ഇത് സാധാരണ വീടുകളിലൊന്നും കാണില്ല, ആരും നട്ടു വളർത്താറില്ല. കാരണം പാമ്പ് എന്ന് പറയുന്ന ജീവിയെ എല്ലാവർക്കും ഭയമാണ്. അപ്പോൾ ഇത് പാമ്പിൻ്റെ ഷേപ്പിലുള്ള ഒരു വള്ളിയാണിത്. ഇത് കാടുകളിലാണ് കൂടുതലും കാണുക. ഈ വള്ളി ഇതാണ്, അതിൻ്റെ ഇലയ്ക്കും പ്രത്യേകതയുണ്ട്. പാമ്പിൻ്റെ നാക്ക് പോലെ ഇതിൻ്റെ ഇല ഇങ്ങനെ പൊളിഞ്ഞ് 2 പീസായിട്ടിരിക്കും. ഇത് സാധാരണ വീടുകളിലാരും നട്ടു വളർത്താറില്ല, കാടുകളിൽ മാത്രം കാണുന്ന വള്ളിയാണിത്. ഈ വള്ളി പടർന്ന് ഇങ്ങനെ മുകളിലേക്ക് പോകുമ്പോൾ അതിന് പാമ്പിൻ്റെ ഷേപ്പിലായിരിക്കും, ഇതേമാതിരി ഇങ്ങനെ വളഞ്ഞു തിരിഞ്ഞ് പോവും. അപ്പോൾ ഇത് വീടുകളിലൊന്നും മ്യൂസിയത്തിലൊക്കെ കൊണ്ടുവന്ന് കെട്ടിത്തൂക്കിയിടാനോ ഷോക്കേസിൽ വയ്ക്കാനോ ഒക്കെ മാത്രമേ ഇത് കൊള്ളുള്ളൂ. അപ്പോൾ ഇതിൻ്റെ ഇലയ്ക്ക് ഉള്ള പ്രത്യേകതയാണത്. ആ ഇലയുടെ അറ്റം പാമ്പിൻ്റെ നാക്ക് പോലെ 2ആയിട്ട് പൊളിഞ്ഞിട്ടിരിക്കുന്നതാണ്. ഈ വള്ളി ഇങ്ങനെ കാട്ടിൽ മുകളിലേക്ക് കയറി പോകുമ്പോൾ വണ്ണം വെച്ച് വരുന്ന സമയത്ത് ഇതേമാതിരിയുള്ള ഷേപ്പിലാവും. അപ്പോൾ ഇതിൻ്റെ നാഗവള്ളി എന്ന് പറയും, നാഗവള്ളി, നാഗത്താളി എന്നൊക്കെ പറയും, താലി എന്നൊക്കെ പറയും. അതിൻ്റെ ഇലയുടെ ഷേപ്പ് കൊണ്ടാണ് അത് പറയുന്നത്. അപ്പോൾ ഇത് പാമ്പ് വിഷത്തിന് വൈദ്യന്മാർ വിഷചികിത്സയ്ക്ക് ഉപയോഗിക്കുന്നവർ ഇതിൻ്റെ ഇല ഉപയോഗിക്കാറുണ്ട്. അപ്പോൾ അതെന്താ കാരണം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അതിൻ്റെ ഷേപ്പ്, ഇലയുടെ ഷേപ്പ് കൊണ്ടാണ് അവർ വിഷം വിഷം കളയാനും ബാക്കിയുള്ളതിനൊക്കെ ഇതിൻ്റെ ഇല ഉപയോഗിക്കുന്നു എന്നുള്ളത്. അപ്പോൾ ഇത് ഒരു ഷോയ്ക്ക് വേണ്ടിയിട്ട് നമുക്ക് ഇതിൻ്റെ നാഗവള്ളിയുടെ തണ്ട് ഉപയോഗിക്കാമെന്ന് മാത്രം. അത് കാട്ടിൽ മാത്രമേ കിട്ടുകയുള്ളൂ. അപ്പോൾ ഇത് വളരെ ചെറിയ വീഡിയോ ആയിപ്പോയി. അപ്പോൾ ഔഷധ സസ്യങ്ങൾ വളർത്തുന്നതിൻ്റെ കൂട്ടത്തിൽ ഇത് വളർത്തി കഴിഞ്ഞാൽ വിഷചികിത്സ നടത്തുന്നവർക്ക് മാത്രമേ ഇത് ഉപയോഗിക്കാൻ പറ്റൂ, അല്ലാത്തവർക്ക് ഉപയോഗിക്കാൻ പറ്റില്ല. അപ്പോൾ ഈ കൊച്ചു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക. ഇതേമാതിരിയുള്ള അപൂർവമായിട്ടുള്ള ചെടികൾ എവിടെയെങ്കിലും കാണുന്ന സമയത്ത് അതിനെക്കുറിച്ച് മനസ്സിലാക്കുകയും അതൊക്കെ കൊണ്ടുവന്ന് നട്ടു വളർത്തുകയും വംശം നശിക്കാതിരിക്കാൻ വേണ്ടി ശ്രമിക്കുകയും ചെയ്യുക. അപ്പോൾ ഇന്നത്തെ ഈ കൊച്ചു വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. ഇനി ഇതുമാതിരിയുള്ള കുറച്ച് ചെറിയ വീഡിയോകളുമായി നിങ്ങളുടെ മുമ്പിൽ ഇനിയും ഞാൻ എത്താം. നന്ദി, നമസ്കാരം.